നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗോപാലസ്വാമി ഹിൽസിലേക്ക് രാവിലെ തന്നെ പോകാനുള്ള പരിപാടി അല്ലേ. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത് റഹീംബായുടെ റൂമിലാണ്. നമ്മളൊരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് അലൗഡ് അല്ലാന്ന് പറഞ്ഞത്. ഇപ്പോൾ ടിക്കറ്റ് ചാർജ് 2 പേർക്ക് 140 രൂപ പോലേ. ഫസ്റ്റ് ട്രിപ്പ് ആവുണ്ടല്ലേ. മൃഗങ്ങളെ കിട്ടുമോ? അപ്പൊ നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയല്ലേ. ഇവിടെ മുകളിലേക്ക് കയറിയ ഇവരെ വണ്ടി തന്നെ വേണല്ലേ. കർണാടകന്റെ ബസ് മാത്രം അലൗഡ് അല്ലേ. പണ്ടൊക്കെ നമ്മൾ പ്രൈവറ്റ് വണ്ടി അലൗഡ് ചെയ്തിരുന്നു. വണ്ടി ഫുള്ളാണ്. 70 ആളുണ്ട്. രാവിലത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അമ്പലത്തിലെ പൂജാരി ഇവരൊക്കെ ഉണ്ടല്ലേ. മാനുകൾ ഇതാ കാണുന്നതാ, ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇവിടെ. അതാ കിടക്കണ് തൊട്ടടുത്ത് തന്നെ. എല്ലാം ഇവിടെ കൊണ്ടുവന്ന ഈ മാന് മാത്രമേ ഉള്ളൂ. ആനണ്ടായിരുന്നല്ലേ. പക്ഷെ ഇപ്പൊ ഫുള്ള് ഫെൻസിങ് ചെയ്ത്, മുമ്പ് ഒന്നും ഫെൻസിങ് ഉണ്ടായില്ല. ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തോണ്ട് ഇപ്പൊ മൃഗങ്ങൾ ഉള്ളിലേക്കൊന്നും വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ കാര്യമായിട്ട് കാണാനുള്ളത്? ഇവിടെ ഇങ്ങനെ നിൽക്കുക, ചുറ്റും നടക്കുക. ഇവിടെ നല്ല കോടയും നല്ല കാറ്റൊക്കെ നല്ല രസമാണ് ചില സമയത്ത്. ബസ് വേറെ പോട്. അത് പോയിക്കോട്ടെ. അത് ഇനി ഷട്ടിൽ സർവീസ് അല്ലേ, വേറെ വരും. അപ്പൊ നമുക്ക് തിരിച്ച് ഏത് ബസ്സിന് വേണമെങ്കിൽ ഏത് ബസ്സിനും പോവാം. ഇനി പരിപാടി നമുക്ക് മേലെ കയറാം. അമ്പലത്തിനോട് കയറിയല്ലേ. അല്ല, രണ്ടാമത്തെ ബസ് വന്നപ്പോ ആളായി. ഇനിയിപ്പോ ഓരോ ബസ് വരുന്നിടത്ത് കൂടുക ആള് കൂടെക്കൊണ്ടിരിക്കും. കാലിന് നല്ല തണുപ്പ്. ഇന്നത്തെ ക്ലൈമറ്റ് വേറെ. ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. ഇപ്പൊ താഴെ നമ്മള് കയറി വന്നില്ലേ, അവിടെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ചിലപ്പോ നല്ല കാറ്റും കോടൊക്കെ ഉണ്ടാവും. അല്ല, അടുത്ത ഇനി തിരിച്ചു പോകാനുള്ള തിരക്കാണത്. വന്ന് പെട്ടെന്ന് പോവാ നമ്മള് തിരിക്കുക. ഇന്ന് ഇതൊന്നുമല്ലല്ലോ, ഹോളിഡേ ഒന്നുമില്ലല്ലോ. വെള്ളിയാഴ്ച ഹോളിഡേ ഒന്നും ആവില്ല. എന്നിട്ടും ഇത്ര തിരക്ക്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല തിരക്കാണ് തിരിച്ചു പോവാന്.